വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മാനേജർ, പ്രധാനാധ്യാപിക, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, പ്രതിഭാ സംഗമത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഈ സ്കൂളിൻ്റെ യശസ്സിനെ വാനോളം ഉയർത്തിയ പ്രതിഭകളെ ഈ അവസരത്തിൽ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. 765ഓളം വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതിയതിൽ 100-ലധികം വിദ്യാർത്ഥികൾ A+ കരസ്ഥമാക്കി ഉന്നത വിജയം നേടിയിരിക്കുന്ന ഒരു വാർത്തയാണ് അറിയാൻ സാധിച്ചത്. എന്തുകൊണ്ടും വളരെ സന്തോഷിക്കാൻ വകയുള്ള ഒരു കാര്യമാണിത്. നിങ്ങളുടെ ഈ വിജയം തുടർന്നും ഉണ്ടാവണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഈ വർഷം 770ഓളം കുട്ടികളാണ് SSLC പരീക്ഷ എഴുതുന്നതെന്ന് അറിയാൻ കഴിഞ്ഞു. നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനാധ്യാപിക വിരമിക്കുന്ന ഒരു വർഷം കൂടിയാണ്. പ്രധാനാധ്യാപിക നിങ്ങളോട് അതൊരു വെല്ലുവിളിയായി ഏറ്റെടുത്തുകൊണ്ട് ഈ വർഷത്തേക്കാൾ ഉന്നതമായ വിജയം നേടണം. അതിന് നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ആ വെല്ലുവിളി നിങ്ങൾ ഏറ്റെടുക്കണമെന്ന് അറിയിക്കുകയാണ്. നമ്മളുടെ ഡിപ്പാർട്ട്മെന്റ് കോടിക്കണക്കിന് രൂപയാണ് നമ്മളുടെ വിദ്യാഭ്യാസ മേഖലയിൽ ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത്. പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി വിജയപേരി, വിജയസ്പർശം പദ്ധതികൾ നടത്തിക്കൊണ്ടുവരുന്നുണ്ട്. അതെല്ലാം നിങ്ങളുടെ പഠനം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അതുകൊണ്ട് വളരെ അച്ചടക്കമുള്ള ഈ സ്കൂളുകളുടെ കുട്ടികൾ നിങ്ങളുടെ പഠന നിലവാരം മെച്ചപ്പെടുത്തി ഉന്നത വിജയം കരസ്ഥമാക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ ഇപ്പോൾ പ്രതിഭകളായിരിക്കുന്ന ആളുകൾക്ക് തുടർന്നും അവരുടെ പഠനം ഇതേ രീതിയിൽ തന്നെ ഇതിനേക്കാൾ മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഒരുപാട് ആളുകളെ ഇവിടെ ആദരിക്കുകയുണ്ടായി. അവരെ എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ വിരാമം കൊടുക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. അടുത്തതായി ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സൂപ്രണ്ടന്റ് DO ശ്രീ വേണുഗോപാലൻ അവരുടെ വേദിയിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട PS സാർ, മറ്റു ബഹുമാന്യ വ്യക്തികളെ, പ്രിയ സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നലെ വരെ നല്ല ശബ്ദമായിരുന്നു. ശബ്ദത്തിൻ്റെ കൂടുതലോട് ഉള്ള ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. ഇന്ന് രാവിലെ നോക്കുമ്പോൾ ശബ്ദം മുഴുവൻ പോയതാണ്.